ഹേയ് ഹലോ. അപ്പോൾ നമ്മുടെ 7 ഡേയ്സ് സ്കിൻ കെയർ ചാലഞ്ചിലെ ഡേ 4 അല്ലേ, ഡേ 4 ഇന്നത്തേന്ന് പറയുന്നത്. അതിന് മുൻപ് എൻ്റെ മുഖത്ത് ചെറിയ പിമ്പിൾസ് കാണാൻ പറ്റും. അതെന്ന് വെച്ചാൽ ഇന്നലെ കോളേജിലൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, ഒരു ഫാഷൻ ഷോയിൽ. അപ്പോൾ ഞാനും പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ മേക്കപ്പൊക്കെ ചെയ്യല്ലോ. അപ്പോൾ എനിക്കാണെങ്കിൽ എൻ്റെ സ്കിന്നിന് മേക്കപ്പ് ഭയങ്കര സെൻസിറ്റീവ് ആയതുകൊണ്ട് അത്ര ശരിയില്ല. അപ്പോൾ 2-3 ദിവസത്തെ ഇങ്ങനെ കുഞ്ഞു അലർജി പോലെ ഇങ്ങനെ പിമ്പിൾസ് പൊന്തും. 2 ദിവസം കഴിഞ്ഞ് തന്നെ പൊക്കോളൂട്ടോ. അങ്ങനെയാണ്. അപ്പോൾ ഇന്ന് ഡേ 4. അപ്പോൾ ഇന്നത്തേന്ന് പറയുമ്പോൾ ഇത്രയും ഈ ഡേ 3 വരെ നിങ്ങൾ ഫോളോ ചെയ്തിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ ഈ ഡേ 3 വരെ ഫോളോ ചെയ്തവർക്ക് മനസ്സിലാവും സ്കിൻ നല്ല രീതിയിൽ ഗ്ലോ ആയിട്ടുണ്ടാവും, നല്ല രീതിയിൽ റിസൾട്ട് ഉണ്ടാവും, സ്കിൻ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും. അത്രയും പിന്നെ ഗ്ലോ ഉണ്ടാവും എപ്പോഴും. പിന്നെ കുറച്ചൊരു ടോൺ അങ്ങനെ കൂടിയ പോലെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഡേ 3 വരെ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഡേ 4 എന്ന് പറയണത് നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലുള്ളത് ബീട്രൂട്ടിൻ്റെ ജ്യൂസാട്ടോ. ഈ ബീട്രൂട്ടിൻ്റെ ജ്യൂസ് ഞാൻ കട്ടിയിലാക്കിക്കണത്, കട്ടി കുറച്ചിട്ടല്ല, നല്ല അത്യാവശ്യം നല്ല കട്ടിയുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ മുൾത്താനി മുട്ടിയാണ് ഇടാൻ പോണത്. പിന്നെ ബെഞ്ചാറസിൻ്റെ മുൾത്താനി മുട്ടിയാണ് ഇവിടെ ഇട്ടത്. എനിക്ക് കുറച്ചുകൂടെ ബെഞ്ചാറസിൻ്റെ മുൾത്താനി മുട്ടിയാണ് ഇഷ്ടം കേട്ടോ. പിന്നെ കുറച്ച് ഇങ്ങനെ മുൾത്താനി മുട്ടി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഹണി, തേനും കൂടെ ആഡ് ചെയ്യണം. തേനുണ്ടാവും. അപ്പോൾ ഇതെല്ലാം കൂടെ മിക്സ് ആക്കിയിട്ടാണ് നമ്മൾ മുഖത്ത് തയ്ക്കാനായിട്ട്. ഞാൻ അന്ന് നെക്കിൽ തയ്ക്കുന്നില്ല കേട്ടോ, കാരണം എനിക്കൊരു സ്ഥലം വരെ പോകാനുണ്ട്. ഇപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞുള്ളൂ. ഞാൻ മിക്സ് ആക്കിയിട്ട് മുഖത്ത് അപ്ലൈ ചെയ്യാണ്. അത് സൗണ്ട് ചെറുതായിട്ട് നടഞ്ഞ പോലെ നിങ്ങൾക്ക് തോന്നുന്നു. ഇന്നലത്തെ പരിപാടിയിൽ ഫുള്ള് തുള്ളിച്ചാടി ഡാൻസ് കളിച്ച് ഓളിയൊക്കെ ഇട്ട് സൗണ്ടൊക്കെ ഫുള്ള് അടങ്ങി. ഇപ്പം ഞാൻ വീട്ടിലെത്തിയിട്ടാ ഹോസ്റ്റലിൽ നിന്ന്. ഇത് താനുള്ളതുകൊണ്ട് തന്നെ മുൾത്താനി മുട്ടി സാധാരണ കുറച്ച് ഡ്രൈ ആവുന്നതാണ്. പക്ഷെ നമ്മൾ താനും ബീട്രൂട്ടിൻ്റെ ജ്യൂസ് ആയതുകൊണ്ട് ഇത് അത്ര ഡ്രൈ ആവില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കണ്ണിൻ്റെ അടിയിലൂടെ അപ്ലൈ ചെയ്ത് കൊടുത്തത് കേട്ടോ. ഇത് പറയുന്നത് നമ്മൾ സാധാരണ പറഞ്ഞ ഒരു 10-20 മിനിറ്റ് വെയിറ്റ് ചെയ്യുക, അതിന് ശേഷമാണ് വാഷ് ഓഫ് ചെയ്യാനായിട്ടോ. അപ്പോൾ ഡേ 3 വരെ നിങ്ങൾ ചെയ്തിട്ടുണ്ടാവുന്നതാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു. അപ്പോൾ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ചെയ്ത് നോക്കി കേട്ടോ. നമ്മുടെ 7 ഡേ സ്കിൻ കെയർ ചലഞ്ച് എന്തായാലും നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് നോക്കണം. നല്ല രീതിയിൽ റിസൾട്ട് ഉണ്ടാവുന്നതാണ്. ഇതൊക്കെ ഞാൻ ഉപയോഗിച്ചിട്ടുള്ള പാക്കുകളാണ്, പുതിയതായിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കണതല്ല ഉപയോഗിച്ചുള്ളത്. കാരണം എൻ്റെ കൂടെ സ്കിന്ന് സെറ്റാക്കി എടുക്കണമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അതുകൊണ്ട് ഉപയോഗിച്ചത് മാത്രമാണ് ഞാൻ ഈ 7 ഡേയ്സിൽ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ നോക്കിയിട്ട് റിസൾട്ട് എന്തായാലും നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഞാൻ പറയാറില്ല എൻ്റെ മുന്നത്തെ വീഡിയോസിലൊക്കെ നിങ്ങൾ അങ്ങനെ കമൻറ്റ്സ് ഇടുമ്പോൾ എനിക്ക് അത്രയും ഹാപ്പിനെസ് ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞോടത്ത് വിചാരിച്ചിട്ട് കുറേ പേർക്ക് നല്ല റിസൾട്ട് ഉണ്ടല്ലോ, അവർക്ക് അത്രയും ബെനിഫിറ്റ്സ് ഉണ്ടായിട്ടുണ്ടല്ലോ എന്ന് പറയുമ്പോൾ നമുക്കതൊരു ഹാപ്പിനെസ് അല്ലേ. അപ്പോൾ നിങ്ങൾ ഇനിയും കമൻറ്റ്സ് ഇടാൻ ഞാൻ പറ്റുന്നതല്ല, ഞാൻ കാണുന്ന എല്ലാ കമൻറ്റ്സും ഞാൻ റിപ്ലൈ തരാറുണ്ടായി. ആകെ 2-3 കമൻറ്റ്സൊക്കെ തരാറുണ്ട്. അപ്പോൾ 10-20 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് വാഷ് ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് ഡ്രൈ ആയെന്ന് വെച്ചാൽ താനുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ട് അതിന് ഡ്രൈ ആവില്ല എന്നുള്ളത്. അപ്പോൾ നിങ്ങളൊരു 10-20 മിനിറ്റ് വെച്ചിട്ട് വാഷ് ഓഫ് ചെയ്ത് കളയട്ടെ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വാഷ് ഓഫ് ചെയ്തിട്ട് വരാം. അപ്പോൾ ഞാനിപ്പോൾ വാഷ് ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് ലൈവായിട്ട് തന്നെ കാണാൻ പറ്റും. നല്ല രീതിയിൽ ബ്രൈറ്റ് ആയിട്ടുണ്ട് സ്കിന്ന്. അപ്പോൾ ഇതൊന്ന് യൂസ് ചെയ്ത് നോക്കി നോക്കട്ടോ. അപ്പോൾ ഇത് നമ്മുടെ 4th ഡേ ആണ് 7 ഡേ സ്കിൻ കെയർ ചാലഞ്ചിൽ. അപ്പോൾ ഇന്നത്തെ വെച്ചാൽ നമ്മുടെ സ്കിന്ന് കുറച്ച് ബ്രൈറ്റനിങ് ആക്കാനുള്ള പാക്കായിരുന്നു. ബ്രൈറ്റനിങ് ആയിട്ടുണ്ട്, നല്ല രീതിയിൽ ബ്രൈറ്റനിങ് ആയിട്ടുണ്ട്. ലൈറ്റ് കാരണം നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റണമെന്ന് എനിക്കറിയില്ല. ഇത് ഉപയോഗിച്ച് നോക്കുമ്പോൾ അതിൻ്റെ റിസൾട്ട് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത് ട്രൈ ചെയ്ത് നോക്കി. അപ്പോൾ ഇതുപോലുള്ള യൂസ്ഫുൾ ടിപ്സിന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് എന്തായാലും ഇത് യൂസ് ചെയ്തിട്ട് നല്ല റിസൾട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയാമെന്നുണ്ടെങ്കിൽ എനിക്ക് നല്ല ഹാപ്പിനെസ് ആയിരിക്കും. അപ്പോൾ ഇത്രയുള്ള വീഡിയോ